സോ നമ്മളെന്ന് പറയാൻ പോകുന്നത് ഹൗ ടു സ്പ്രെഡ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കറിയാം പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണ്ട കാര്യമാണ്. നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ശക്തിയുണ്ട്, അത് പോസിറ്റിവിറ്റിയാണ്. നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു വാക്ക് പറയാൻ ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു ദിനം മാറ്റാൻ സഹായിക്കും, മറ്റൊരാളുടെ ദിനം മാറ്റാൻ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ദിനം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പുഞ്ചിരിയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റിവിറ്റി വെച്ചാൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് നെഗറ്റിവിറ്റി മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ വേണമായിരുന്നു. പോസിറ്റിവിറ്റി മാറ്റാൻ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കഴിയില്ല, സാധിക്കില്ല എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാം. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് പോസിറ്റിവിറ്റിയിലേക്ക് പോകും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാമത് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. അതായത് മറ്റുള്ളവരുടെ ചെറിയ കഴിവുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു കഴിവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മോട്ടിവേഷൻ നൽകുന്നൊരു വാക്കോ ഒക്കെ കൊടുക്കുക, ഒരാളുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ അയാൾ ബെറ്റർ ആവുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരാളെ സഹായിക്കാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആൾക്ക് സന്തോഷം കൊടുക്കുക, എപ്പോഴും ആളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദി പറയാൻ പഠിക്കുക. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളോടും, നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ല കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ദൈവത്തോടോ അല്ലെങ്കിൽ തരുന്ന ആൾക്കാരോടോ നന്ദി പറയാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സിനോട് നന്ദി പറയാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ അവസ്ഥയ്ക്ക് വേണമെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാം, പക്ഷെ നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയാം. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു വൈറസ് പോലെയാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരും എന്നുള്ളതാണ്. അതായത് നമ്മൾ പോസിറ്റീവ് വയ്ക്കുന്ന നമ്മളുടെ ചുറ്റുപാടുള്ള നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റ് റിലേഷൻഷിപ്പെടുന്ന മറ്റു ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റിവിറ്റി എന്ന വൈറസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒന്ന് തീരുമാനമെടുക്കാം, നമ്മൾ പോകുന്നിടത്ത് നമ്മളുടെ എനർജി കുറഞ്ഞു പോകാൻ പാടില്ല, എപ്പോഴും പോസിറ്റീവായിരിക്കും എന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ലോകം മാറ്റാൻ നമ്മളൊരു കാരണമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതേ വരുള്ളൂ. മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നൽകി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ എപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.